നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് വളങ്ങൾ കൊടുക്കാറുണ്ടല്ലേ, ജൈവവളങ്ങൾ കൊടുക്കാറുണ്ട്, രാസവളങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ നട്ടുവെച്ച്, അപ്പോൾ അവസാനം നടുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഗാർഡൻസ് സോയിലും കുറച്ച് ചകിരിച്ചതും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാണകപ്പൊടി എൻ്റെ കയ്യിൽ തീർന്നു പോയി. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന നമ്മുടെ വാസാക്കോട്ട ഫെർട്ടിലൈസറാണ് കേട്ടോ. നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള നല്ല ഒരു നഴ്സറിക്കാരുടെ സീക്രട്ട് വളം എന്ന് പറയുന്ന ഒരു വളമാണ് കേട്ടോ ഇത്. നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണ് മാറ്റുന്ന സമയത്ത് ഇതുപോലെ പച്ച ബോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ചെടികൾക്ക് നന്നായിട്ട് ഇലകൾ ഉണ്ടാകാനും ബേബി പ്ലാന്റ് ഉണ്ടാകാനും നല്ല പൂക്കളുള്ള ചെടികൾക്കൊക്കെ പൂക്കൾ ഉണ്ടാകാനൊക്കെ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഈ ഒരു വസാക്കോട്ട ഫെർട്ടിലൈസർ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതിലിട്ടിട്ട് ഞാൻ നട്ടു കൊടുക്കാൻ പോകുകയാണ്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ 13%, ഫോസ്ഫറസ് 5, പൊട്ടാഷ് 18 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കള ചെടികൾക്കൊക്കെ നല്ലതാണ്, ഇലച്ചെടികൾക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. നമ്മൾ നട്ട് വെച്ചിട്ടുള്ള ചെടികൾക്കാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ മണ്ണ് ഇതാക്കിയിട്ട് അതിലേക്ക് നമുക്കൊരു 5-6 തരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ പോട്ടി മിക്സിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ട് ഞാൻ ഈ ഒരു ചെടിക്ക് ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നം വന്നിരിക്കുന്ന ഇലകൾക്കൊക്കെ ഒരു കരിവാളിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു വസാക്കോട്ട ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം വസാക്കോട്ട ഫെർട്ടിലൈസറിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണം കേട്ടോ. അതിൻ്റെ ഞാൻ ലിങ്കും കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല ഗ്രോത്തായിട്ടും തിക്കായിട്ടും ഒരുപാട് ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതൊരു സ്ലോ റിലീസ് ഫെർട്ടിലൈസറാണ് കേട്ടോ. അത് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസത്തേക്ക് പിന്നെ വളം ഇടേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതിൻ്റെ ബോളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വന്നിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടേണ്ട എല്ലാ ന്യൂട്രിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇന്ന് നട്ടുവെച്ച കുറച്ച് ചെടികളാണ്. അതിൻ്റെ കൂടെയുള്ള ഈ ഒരു ചെടി 2 നമ്മുടെ CC പ്ലാന്റ് ഞാൻ ഇന്ന് നട്ടതല്ല, ബാക്കിയൊക്കെ ഞാനൊന്ന് നട്ടു കൊടുത്താണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് നട്ടു.